ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമ്മൾ കൊടുങ്ങല്ലൂർ ഭരണിക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ഇനിയുള്ള കാഴ്ചകൾ കാണാം. മുട്ട ശിവയാണ്, അപ്പൊ മുട്ട എടുത്തു. അപ്പൊ നമുക്ക് എന്തായാലും ഉള്ളിൽ പോയിട്ട് എന്താ കാഴ്ച കാണാം. ഗൈസ്, നമ്മളപ്പോ അമ്പലത്തിൽ കയറാൻ നിൽക്കാട്ടാ. കുറെ ആൾക്കാർ പോകുന്നുണ്ട്. നമ്മളിവിടെ വന്നിട്ട് ഏത് വഴിക്കാ പോകേണ്ടതെന്ന് അറിയില്ല കേട്ടോ. അവിടെ ഫുള്ള് തിരക്ക്. ഈ അമ്പലത്തിന്റെ എൻട്രി ഒന്നും കാണാനേ ഇല്ല. ഏതൊക്കെയോ വഴി കൂടെ വന്ന് ഇപ്പൊ എവിടേക്കും എത്തിണ്ട്. പോയി നോക്കാം. അത്ര തന്നെ. ശിവ കണ്ട ശിവ ഇപ്പം തൊപ്പിയെടുക്കാൻ മറന്നിട്ട് വന്നോ. നമ്മളങ്ങനെ അകത്തെത്തിയിട്ടാണ്. ഇവിടെ എല്ലാവരും ഇവിടെ അമ്പലത്തിന്റെ മരത്തിന്റെ അവിടെ നിൽക്കുകയാണ്. ഇവിടെ ഷിനുവാട്ടം വന്നിട്ട് പറഞ്ഞു. ആൾ ഇന്നലെ തന്നെ എത്തിയിട്ടാ. ഞങ്ങൾ പാളിനെ തെരഞ്ഞ് നടക്കുകയാണ്. ആളെ ഏതോ ആൽമരത്തിന്റെ മേളിൽ കയറി ഇരിക്കുന്നു പറയുന്നുണ്ട്. പോയി നോക്കാം. നമ്മള് ഷിനുവാട്ടം തപ്പി ഇറങ്ങിയിരിക്കണ്ട. അയാൾ എവിടെ നിൽക്കണമെന്ന് കറക്റ്റായിട്ടൊരു ധാരണയില്ല. ഞാൻ പോവന്നെ എങ്ങനെ. ഷിനുവാട്ടം കിട്ടി. ഇതാ അതാ അവിടെയാണ് കോഴിക്കല്ല്, അവിടെയാണ് പറ്റാറ്. ഗായ്സ്, അപ്പൊ നമ്മളൊക്കെ അവിടെ കുറെ ദൈവങ്ങളെ കണ്ടിട്ടുണ്ട്. അങ്ങോട്ട് പോവാ വരി ഗായ്സ്. അപ്പൊ ഞാനും ഷിനുവാട്ടനെ ശിവയൊക്കെ കൂടെ ഇവിടെ ഒരു വൈറൽ കോമരവും ഇല്ലേ, ഇവിടെ തെരഞ്ഞ് നടക്കുക കേട്ടോ. പക്ഷെ ഇവിടെ ഒന്നും കാണാനില്ല. നിങ്ങൾ മൊത്തം തെരച്ചില്ലാണ്. ഇവിടെ ഒന്നും കാണാനില്ല. നോക്കാം. നമ്മുടെ വൈറൽ കോമരത്തിന് തെരഞ്ഞ് നോക്കി ഇവിടെ ഒന്നും കാണാനില്ല കേട്ടോ. ഇനി വീട്ടിൽ പോയാന്ന് അറിയില്ല. ഞങ്ങളിവിടെ മൊത്തം തെരച്ചിലായിരുന്നു. ഇവിടെ മൊത്തം തെരച്ചിലാണ്. ഞങ്ങൾ മൊത്തം നോക്കി, ഇവിടെ ഒന്നും കാണാനില്ല. റീല് മാത്രം വരുന്നുണ്ട് ഞങ്ങൾ നോക്കുമ്പോ, പക്ഷെ ഇവിടെ ഒന്നും ഇല്ല. കമ്മട്ടിപ്പാടം ഞാനും ശരി ഓരോ തോർത്ത് വാങ്ങിച്ചോട്ടാ. കാരണം തോർത്തില്ലാണ്ട് ഇവിടെ കാര്യം നടക്കില്ല. ഇത് വാങ്ങിച്ചിട്ടുണ്ടാവും എവിടെ. കാരണം ഇവന്റെ മൊട്ടത്തല പൊള്ളും, അല്ലെങ്കിൽ എവിടെ പിന്നെ പൊടിയുമാണ് മൊത്തത്തില്. തോർത്ത് വാങ്ങിച്ചത് അങ്ങനെ നടക്കാം. ഇങ്ങനെ ഞാൻ നടക്കാം. ഷിനുവാട്ടനെ പിന്നെ ഞങ്ങളുടെ കൂട്ടം തെറ്റിപ്പോയി. ഇനി തെരയണം. നോക്കാട്ടാ. വേണ്ട, മുട്ടയാണ്. നമ്മൾ ചെറിയൊരു ഡാഡി ഗിർജിയായി നടക്കുന്നുണ്ട്. ഇല്ലാണ്ട് ഇവിടുത്തെ ചൂട്ടില് ഈ ഇതും കൊണ്ട് നടക്കാൻ പറ്റില്ല കേട്ടാ. ഫുള്ള് വെയിലും കാര്യങ്ങളൊക്കെയാണ്. ഇവന്നെ പോരാത്തതിന് ഇവൻ മുട്ടയടിച്ചിട്ടാ വന്നിരിക്കുന്നത്. കൂടെ മുട്ട ഓംലേറ്റ് പോലെ ആവും. അതുകൊണ്ട് നീ ഷിനുവാട്ടിനെ തെരഞ്ഞ് നടക്കാം ഇങ്ങനെ. ഗൈസ്, അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് നടക്കണത്. ഇനി ഞങ്ങളെ കണ്ട് നല്ല ബോംബ് വെക്കാൻ വന്ന ആള് വേണ്ടി പിടിക്കാണ്ടിരുന്ന കാണാം. ബൈ ഗൈസ്, ഇവിടെ ഫുള്ള് തിരക്കായിട്ട്. ഇതാണ് തോന്നുന്നു കോഴിക്കല്ല് മൂടുന്ന സ്ഥലം. പോലീസിന് ബാക്കി പോവാ, അങ്ങോട്ട് കയറാം. തിരക്കായി ടെററാണ് കേട്ടോ അവിടെ. ഫുള്ള് തിരക്ക്.
ഗൈസ് നമ്മളിപ്പോൾ ക്ഷീണിച്ചു. ഇനി ഞങ്ങൾ കണ്ടിട്ട് അവിടെ വന്ന് ഇരിക്കുകയാണ്. ഇവിടെ മൊത്തം തിരക്ക് കിട്ടാ, ഫുള്ള് തിരക്ക്, ടെററ്, എല്ലാവരും വാളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് തിരക്കും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞങ്ങൾ കുറച്ച് മാറിയിരുന്നു. ഇവിടെ ഇരുന്നു, ഞാനുണ്ട്, ശിവയുണ്ട്, ഷിനോടനുണ്ട്, എല്ലാം കൂടി അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി എന്തായാലും ഇരിക്കുക, ഈ തിരക്കൊക്കെ പോയി കേട്ടോ ഒന്നും കൂടെ പോയി നോക്കാം ഗൈസ്. അപ്പം ഞാനും ശിവയും കൂടെ ഇപ്പോൾ എങ്ങനെ വന്നു, നമ്മുടെ വൈറൽ കോമരത്തിന് കാണാൻ പറ്റിയില്ല, അത് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ എന്തൊക്കെയോ പരിപാടി നടക്കണം, അത് മൊത്തം തിരക്ക്. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി. ശിവന്റെ മുട്ടയ്ക്ക് ഇപ്പോഴാണ് ഒന്ന് ആശ്വാസമായത് തലയിൽ കെട്ടിയപ്പോൾ. ഇതാണ് കാവരി ഉണ്ടല്ലോ. ഇതാണ് കൊടുമ്പള്ളൂർ കാവതയുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഫ്രണ്ട് സീറ്റ് കിട്ടിയത്. ആയിരുന്നു കണ്ടോ. എല്ലാവരും എറിഞ്ഞിട്ട് ഇങ്ങനെ ഇച്ചിരി അടിച്ചടിച്ചടിച്ച് പോവാട്ടോ. ഇവിടെ എല്ലാവരും തട്ടി തട്ടി പോകുന്നുണ്ട്, അവിടേക്ക് എറിയുന്നുണ്ട്. അപ്പൊ ശിവയ്ക്ക് ഒരു ആഗ്രഹം അതിനകത്ത് എറിയണം. ശരി, എറിയട്ടെ, എറി. അതാ പോയി, അപ്പുറത്ത് പോയി, പോയി കഴിഞ്ഞു കേട്ടാ. കാവ്യതേണ്ടന് കഴിഞ്ഞു. ഗൈസ് ഇവിടെ കുറേ കോമരങ്ങൾ നിൽക്കുന്നുണ്ട്. ഗൈസ് അപ്പൊ കാവ്യതേണ്ടലൊക്കെ കഴിഞ്ഞു. ഫുള്ള് ക്ഷീണിച്ചുട്ടാ, തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്.
ഞങ്ങളിനി ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇന്നെന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവും ഫുള്ള്. സമയം വൈകിട്ട് 6 മണി കഴിഞ്ഞു. ഞങ്ങൾ ഇന്നിവിടെ ഹാൾട്ടാണ്, നാളെ തന്നെ പോകുള്ളൂ. അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഓരോ പരിപാടി നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ തിരക്കെല്ലാം കുറച്ച് കമ്മിയായി. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ 3 നേരം കൂടെ ഇങ്ങനെ നടക്കാറിങ്ങി. നടന്ന് നോക്കാം എന്താന്ന്. ഗൈസ്, അപ്പൊ നമ്മൾ തിരിച്ച് വീണ്ടും നമ്മുടെ പൊസിഷനിലെത്തി. ഒരു റൗണ്ട് അടിച്ചിട്ട് വന്നോട്ടാ. പിന്നെ നമ്മുടെ അമ്പലത്തിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്, അതിനെയൊക്കെ കണ്ടിട്ട് വന്നു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ പോകണം. അവരൊക്കെ നാളെ തന്നെ പോകുള്ളൂ. അപ്പൊ നാളെ കാണാം അതിനെയൊക്കെ. നമ്മളിതാ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ശിവയുണ്ട്, ഇതിനകത്ത് തന്നെ കഞ്ഞിയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കഴിക്കാൻ വന്നോ, കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പൊ ഇത് ഇന്ന് അടുത്ത ദിവസമായി. എല്ലാവരും ഉറങ്ങി എണീച്ചു. ഇവരൊക്കെ നല്ല ഉറക്കട്ടാ. ഉറങ്ങിയിട്ട് ഞാൻ ഉറങ്ങിയത് പറയാനൊന്നും ഇല്ല, കണ്ണടച്ചു. അല്ല, ഞാൻ കുറച്ച് ഉറങ്ങി. ഇവര് ഈ സൗണ്ടിലും ഫുള്ള് ഉറക്കം എണിക്കാണ്ട്. നല്ല ഭാഗ്യം ചെയ്ത മനുഷ്യന്മാരാണ് നിങ്ങളൊക്കെ. ഈ സിറ്റുവേഷനിൽ ഉറങ്ങാൻ പറ്റുന്നുണ്ടല്ലോ അശ്വിനോട്ടാ. കണ്ടാ, ഞാനാണെങ്കിൽ ഉറങ്ങാൻ എണിക്കുക, സൗണ്ട് കേൾക്കുമ്പോൾ ഓരോ സൗണ്ട് കേൾക്കുമ്പോൾ എണിക്കുക. ഇവരെന്ത് സൗണ്ട് കേട്ടാലും അനക്കുകയേ ഇല്ല, ഒരേ ഉറക്കത്തിലാണ്. ഗൈസ്, ഇതാണ് കോഴിക്കല്ല് മൂടൽ. ഇവിടെ ഇന്നലെയൊക്കെ ഫുള്ള് തിരക്കായിരുന്നു, ഇന്ന് തിരക്കൊന്നുമില്ല. ഗൈസ്, നമ്മൾ മാല വാങ്ങിക്കണേ. ശിവൻ ഇയാൾ വിടണ്ട വഴിയില്ല. വേഗം വാങ്ങിക്കുകയാണെങ്കിൽ വാങ്ങിക്കില്ല, പോവാ. ഇവര് നല്ല കച്ചവടം പേസലാണ്. എന്തായി ഗൈസ്, ഞാനീ ശിവയും കൂടെ ഇങ്ങനെ ഓരോ കടയായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ. പക്ഷെ ഇവിടെയൊക്കെ ഫുൾ ടോയ്സ് ആണ്. കാണിച്ചു തരാം. ഇതാ, ഇവനിപ്പോ എന്തോ ഉദ്ദേശിച്ചിട്ട് വന്നാണ്, അത് കാണാനില്ല ഇവിടെ ഒന്നും. ഇത് വേണോ നല്ല കാറ്? കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇവിടെ ഇഡ്ഡലിയും പൂരിയും കഴിക്കുക, കഴിഞ്ഞിട്ട് പിന്നെ അമ്പലത്തിൽ പോയിട്ട് നേരെ വീട്ടിലേക്ക്. അപ്പം അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ശിവന്റെ മുട്ട. കാണാത്തവര് കണ്ടോ. നമ്മൾ കഴിച്ചതിന് തിരിച്ച് അമ്പലം എത്തിയിട്ടുണ്ട്. ഇവിടെ പഴം എറിയാണ്. നമ്മുടെ അമ്പലത്തിൽ നിന്ന് അതാ രണ്ടാം ശരിയാവുന്നത്. അത് കഴിഞ്ഞിട്ട് ഇന്നിവിടെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. കുറേ പേരൊക്കെ പോയി. ഇവിടെയൊക്കെ വിശാലമായി കിടക്കുന്നുണ്ട്. അതാ കേട്ടാ.
ഗായ്സ്, അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇന്ന് ഭരണിയാണ്, ഇതിന് നിൽക്കണില്ല. മെയിൻ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട്. ഫുള്ള് ഇവിടെ വയലൻസ് ആണ്. പേടിയുള്ളവരൊന്നും വേണമെങ്കിൽ വരണ്ട. എനിക്ക് ഫസ്റ്റ് ഒക്കെ പേടിയുണ്ടായിരുന്നു കേട്ടോ ചെറുപ്പം. ഞാൻ ഇതെൻ്റെ സെക്കൻഡ് ടൈമാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ടൈം വന്നിട്ടുണ്ടായിരുന്നു ചെറുതായിരിക്കുമ്പോൾ. അപ്പോഴൊക്കെ എനിക്ക് പേടിയായിരുന്നു. ഇതൊക്കെ പറയണം. അപ്പോൾ ശരി, അവിടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.